നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നീതിപാതയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നീതിപാതയുടെ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു നിയമത്തെക്കുറിച്ചാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 എന്ന നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഹൈക്കോർട്ട് സീനിയർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ബിന്ദു ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. എല്ലാവർക്കും നീതിപാതയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം മാഡം. നമസ്കാരം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു. നമ്മുടെ ഭരണതലത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ഒരു വളരെ ചെലവ് കുറഞ്ഞ മാർഗത്തിലൂടെ കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം പാസ്സാക്കി. അതായത് നമ്മുടെ ഭരണ നിർവഹണം കൂടുതൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്ട് പ്രാബല്യത്തിൽ വരുത്തുന്നത്. 2005 വന്ന ആക്ടാണിത്. ഇത് സെൻട്രൽ ആക്ടും സ്റ്റേറ്റ് ആക്റ്റും ഉണ്ട്. അതായത് സെൻട്രൽ ആക്ട് ആണെങ്കിലും അത് സ്റ്റേറ്റ് ലെവലിലും വിവരാവകാശ നിയമം എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഒരു മാഡം പറഞ്ഞ പോലെ കൂടുതൽ സുതാര്യമാക്കാനും ഭരണത്തിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ഇന്ന ഒരു കാര്യത്തിനുള്ള അത് എന്താണ് അല്ലെങ്കിൽ ഒരു ബില്ല് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്കൊരു ഈ നിയമത്തിലൂടെ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു. അത് ഏത് ഭരണതലത്തിലും നമുക്കത് അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ കാര്യം. അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായകവുമാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രൊസീജിയറിനുപരി ഒരു ഘടന സ്ട്രക്ചർ അതിനെ ഒന്ന് വിശദമാക്കാമോ? ഈ നിയമത്തിൽ പ്രധാനമായും ഈ എല്ലാ ഓഫീസുകളും, അതായത് സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസുകളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നിവരുടെ തസ്തികയുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സാധാരണ ജനം ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു വിവരം അറിയാൻ, ഒരു അന്വേഷിക്കാൻ വേണ്ടി, ഒരു രേഖ ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ് സമീപിക്കേണ്ടത്. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കമ്മീഷനും സെൻട്രൽ ലെവലിൽ നാഷണൽ കമ്മീഷനും ഉണ്ട്. ഈ 11 മെമ്പേഴ്സുള്ള അംഗങ്ങളുള്ള ഒരു കമ്മീഷനാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു വിവരത്തെക്കുറിച്ച്, അത് ഈ ആക്ട് പ്രകാരം നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലുള്ള ഏത് കാര്യത്തെക്കുറിച്ചും നമുക്ക് വിവരം ലഭിക്കാൻ അർഹതയുണ്ട്. അതിന് ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ എക്സെപ്ഷൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയോ ഐക്യത്തെയോ അതിൻ്റെ ഭരണനിർവഹത്തെയോ ഒന്നും തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കില്ല, തരില്ല. അല്ലെങ്കിൽ ഒരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത ഒരു സബ്ജക്റ്റിൽ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരു വിവരം ചോദിച്ചാൽ അത് ഇൻവോക്ക് ചെയ്താൽ നടക്കില്ല. അതുപോലെ തന്നെ നമ്മളുടെ പോലീസ്, CBI അങ്ങനെയുള്ള ആളുകൾ അവരുടെ ചില കാര്യങ്ങൾ പുറത്തു വിടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് ചില കാര്യങ്ങൾ പുറത്തു വിടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ തന്നെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അപ്ലിക്കബിൾ അല്ല. ഇനി ചില സംഘടനകളെ, ഫോർ എക്സാമ്പിൾ CBI, RAW അങ്ങനത്തെ കുറച്ച് സംഘടനകളെ ഈ ആക്ടിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. ഈ വേറൊരു കാര്യം, ഒരു വ്യക്തിയുടെ സ്വകാര്യതയെയോ അല്ലെങ്കിൽ അയാളുടെ പേഴ്സണലായിട്ടുള്ള അഫെയർസിനെ സംബന്ധിച്ച കാര്യങ്ങളും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്തും ചെന്ന് ഇപ്പോൾ സർക്കാർ ഓഫീസിൽ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കില്ല. നമുക്ക് ലഭിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ലഭിക്കും. അപ്പം ഇനിയിപ്പോൾ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തിക്ക് എത്ര പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ ഒരു 5 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കർ സ്ഥലമുണ്ടെന്ന് ആ വ്യക്തിക്ക് മറ്റൊരാളെ അറിയിക്കുന്നതിൽ തടസ്സം ഇല്ല എന്ന് ആ വ്യക്തി അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരം നൽകാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ് ഓഫീസിൽ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇന്നൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ ഒരു നിയമപ്രകാരം നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ അതിനൊരു വിവരം നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ലഭിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ, അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ അതിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും പബ്ലിക് ഡൊമൈനായിട്ട്
അവൈലബിൾ ആക്കുന്ന കാര്യങ്ങളല്ല. അത് ഈ റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതുമല്ല എന്നുള്ളൊരു കാര്യം പറയേണ്ടതുണ്ട്. അപ്പോൾ ഇനി പ്രധാനമായിട്ടും അടുത്തൊരു ചോദ്യം വരുന്നത്, അതായത് നമുക്ക് അറിയാനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു പൊതുജനത്തിന് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഉപയോഗിച്ച് ഒരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സൈറ്റിൽ തനിക്ക് ലഭിക്കേണ്ട ഒരു വിവരത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ്? അതിനായിട്ട് നമ്മൾ റിട്ടേൺ ആയിട്ട് ഒരു അപ്ലിക്കേഷൻ എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേക ഫോർമാറ്റൊന്നുമില്ല. നമുക്ക് അറിയേണ്ട വിവരം അല്ലെങ്കിൽ ലഭിക്കേണ്ട രേഖ എന്താണെന്ന് നമ്മൾ എഴുതി സമർപ്പിക്കുക. ഇനിയിപ്പം അംഗപരിമിതിയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള അങ്ങനെ ഒരാളാണെങ്കിൽ അത് അവർ പറഞ്ഞു കൊടുത്താലും മതി. അപ്പം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അയാളെ സഹായിക്കണം. കാരണം ചെയ്യാൻ കഴിയാത്ത അംഗപരിമിതികൾ ഉള്ള വ്യക്തികൾക്ക് ഓറലായിട്ട് ചോദിക്കണം. പക്ഷേ അത് ഇവരുടെ സഹായത്തോടു കൂടി റിട്ടേൺ ആക്കി മാറ്റി സർക്കാർ ഓഫീസിൽ, എല്ലാ സർക്കാർ ഓഫീസുകളിലും ഇതിനു വേണ്ടി ചാർജ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ, പിന്നെ ഇതിന് അപ്പലറ്റ് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഇതിന് അപ്പലറ്റ് ട്രിബ്യൂണൽ, ഇതിന് ഇവരുടെ ആക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊരു കാര്യം നമ്മൾ അപേക്ഷ കൊടുത്തു നമുക്ക് തന്നില്ല എങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും എതിരഭിപ്രായം, നമുക്കൊരു ഒബ്ജക്ഷൻ ഉണ്ട് എങ്കിൽ നമുക്കതിനെതിരെ അപ്പീൽ പോകാം. അത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരു വിവരം നമുക്ക് തന്നില്ലെങ്കിൽ അതിൻ്റെ നമ്മുടെ അപേക്ഷ നിരസിച്ചു എന്ന് 5 ദിവസത്തിനുള്ളിൽ നമ്മളെ അറിയിക്കേണ്ടതാണ്. ഒരു തീരുമാനം 30 ദിവസത്തിനുള്ളിൽ അറിയിക്കേണ്ടതുമാണ്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ അറിയിച്ചില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഹയർ അതോറിറ്റീനെ നമുക്ക് അപ്പീൽ നൽകുകയും ചെയ്യാം. ഇനി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ കൊടുക്കണം. ഈ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പോ DD, മണി ഓർഡർ, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ ഇങ്ങനെ ഏത് വിധേനയും നൽകാവുന്നതാണ്. അല്ലെങ്കിൽ കൺസേൺഡ് ഓഫീസിലെ ഒരു അക്കൗണ്ട് റെസിപ്റ്റ് നമ്പർ ഉണ്ടാകും. ആ വിധത്തിൽ അതിൽ കൊടുത്തിട്ടാണെങ്കിലും പൈസ അടച്ചാലും നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സാധാരണ വ്യക്തിക്ക് പിന്നെ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു വെള്ള കടലാസിൽ 10 രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർഗ്ഗങ്ങളിലൂടെ DDയോ മണി ഓർഡറോ അല്ലെങ്കിൽ അവിടുത്തെ അക്കൗണ്ട് നമ്പറിൽ തന്നെ ഈ പറയുന്ന പണം അടച്ചുകൊണ്ട് നമുക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 ദിവസം ഇപ്പോൾ അപേക്ഷയ്ക്ക് ഉത്തരം തരാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറിയിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം 30 ദിവസത്തിലുള്ള അറിയിക്കുകയും വേണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ വിവരം വേറൊരു ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരാളിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ 35 ദിവസം വരെ എടുക്കാം. ഈ രണ്ടാമത് ചോദിക്കുന്ന വ്യക്തിക്ക് ഈ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ 8 ദിവസം വരെ എടുക്കാം. അങ്ങനെ ഈ ആക്റ്റിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനും ഇത്ര ദിവസങ്ങൾ വേണമെന്ന്. നമ്മൾ ഫസ്റ്റ് അപ്പീൽ കൊടുക്കുമ്പം നമുക്ക് ഒരു അപേക്ഷ കൊടുത്തു, അത് നമുക്ക് തൃപ്തികരമായ ഒരു മറുപടി കിട്ടിയില്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ്. അതിനും 15 ദിവസം വരെ എക്സ്ക്യൂസ് ഉണ്ട്. അതായത് 45 ദിവസം വരെ നമുക്ക് കൊടുക്കാം. ഈ 15 ദിവസം എന്നുള്ളത് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം പറയുന്ന സെക്ഷൻ 5 ഇല്ലേ, ഡിലേ കണ്ടോണേഷൻ പെറ്റീഷൻ നമ്മൾ പറയില്ലേ, അതും കൂടി ഉൾപ്പെടുത്തിയാണതാണ് 15 ദിവസം എന്ന് പറയുന്നത്. നമ്മൾ ഈ വിവരം കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു രേഖയാണ്, നമുക്കൊരു ഇന്ന ഓഫീസിൽ നിന്ന് ഒരു രേഖ ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് അത് എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം? രേഖ ലഭിക്കാനും വിവരം ലഭിക്കാനും ഒക്കെ 10 രൂപയുടെ അപേക്ഷ കൊടുക്കുകയാണ്. അത് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത്. പക്ഷേ രേഖ ലഭിക്കണമെങ്കിൽ രേഖയ്ക്കുള്ള ഫീസ്, നിശ്ചിത ഫീസ് നമ്മൾ അടയ്ക്കണം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് CD-യിലോ അല്ലെങ്കിൽ ഫ്ലോപ്പിയിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ അതിനുള്ള നിശ്ചിത ഫീസും നമ്മൾ അടയ്ക്കണം. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പേപ്പറിൽ ഒരു ഡോക്യുമെൻ്റ് കിട്ടണം, അതായത് ഒരു A4 സൈസ് പേപ്പറിലുള്ളതാണെങ്കിൽ അതിന് 3 രൂപയാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്നത്, കേരളത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ഫീസ്. ഒരു ഫ്ലോപ്പിയിലുള്ളതാണെങ്കിൽ 75 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമുക്ക് അറിയണമെങ്കിൽ അത് അവിടെ പോയി വായിച്ചു നോക്കി ആ രേഖ വായിച്ചു നോക്കാൻ വേണ്ടി ആദ്യത്തെ 1 മണിക്കൂർ സമയം ഫ്രീ ആണ്. പിന്നീട് വരുന്ന ഓരോ മണിക്കൂറിനും 10 രൂപ വെച്ച് നമ്മൾ അടയ്ക്കണം. ഇനി ഓരോ അപേക്ഷയിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെടാം. അതായത്
ഈ ഇപ്പം ഒരു കാര്യം അറിയാം, ഒരു രേഖ ചോദിക്കാം, ഒരു CD ചോദിക്കാം, അങ്ങനെ ഒരേ അപേക്ഷയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഒരപേക്ഷ മതി, നമുക്ക് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ രേഖ ലഭ്യമാവുന്നതിനും വലിയ തടസ്സങ്ങളൊന്നുമില്ല. 10 രൂപയുടെ അതേ ആപ്ലിക്കേഷൻ തന്നെ. രേഖ ഒരാളുടെ ജീവനോ സ്വത്തിനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ തരില്ല, എക്സെപ്ഷൻ പെട്ടത്. അതുപോലെ തന്നെ ജീവനെയും സ്വത്തിനെയും സംബന്ധിച്ച കാര്യങ്ങളിൽ, സ്വഭാവത്തെയൊക്കെ സംബന്ധിച്ച കാര്യങ്ങളിൽ 48 മണിക്കൂറിനുള്ളിൽ, ഞാൻ പറഞ്ഞ 30 ദിവസം എടുക്കണ്ട, 48 മണിക്കൂറിനുള്ളിൽ തന്നെ വിവരം നൽകണമെന്നും ജീവൻ സംബന്ധമായ കാര്യങ്ങളിൽ നിയമം അനുശാസിക്കും. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഒരു സ്വത്തിനും ഒരാളുടെ സ്വത്തിനും ജീവനൊക്കെ സംരക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു 48 മണിക്കൂർ, അത് 2 ദിവസം എന്നുള്ളതാണ് കണക്ക്. അതിനുള്ളിൽ തന്നെ ഇത് രേഖകൾ ലഭ്യമാക്കണം എന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. വിവരാവകാശ പ്രകാരം ഒരു അപേക്ഷ കൊടുക്കുകയും പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കത് ലഭ്യമില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെയുള്ള അപ്പീലിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ അപ്പീൽ പോകുന്നതിൻ്റെ നടപടിക്രമങ്ങൾ എന്താണ്? നമ്മൾക്ക് ഇപ്പോൾ എല്ലാ ഓഫീസിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് നോർമലി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക. അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിജക്ഷൻ ഓർഡറിൽ തന്നെ എഴുതിയിരിക്കണം ആരാണ് അപ്പലറ്റ് അതോറിറ്റി, ഇത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷ കൊടുക്കണം. അതായത് നോർമലി 30 ദിവസത്തിനുള്ളിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പം അദ്ദേഹം തന്നില്ല എങ്കിൽ, നമ്മൾ ചോദിച്ച ആവശ്യപ്പെട്ട വിവരം നമുക്ക് ലഭ്യമാക്കിയില്ല എങ്കിലും നമ്മൾക്ക് അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഈ അപ്പീലിൻ്റെ കാലാവധി 30 ദിവസമാണെങ്കിൽ കൂടിയും 15 ദിവസം വരെയുള്ള കാര്യങ്ങൾ കൂടിയും 15 ദിവസവും കൂടെ ന്യായമായ കാര്യങ്ങളിൽ കണ്ടോൺ ചെയ്തിട്ട് നമുക്ക് അപ്പീൽ സ്വീകരിക്കാം. ഫസ്റ്റ് അപ്പീൽ, ഈ ഫസ്റ്റ് അപ്പീൽ 45 ദിവസത്തിനുള്ളിൽ ഡിസ്പോസ് ചെയ്യണമെന്നും നിയമം അനുശാസിക്കുന്നു. ഡിസ്പോസ് ചെയ്തിരിക്കണം. സെക്കൻഡ് അപ്പീൽ എന്ന് പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. അതായത് ഫസ്റ്റ് അപ്പീലിൽ നിന്ന് നമുക്ക് അനുകൂലമായ മറുപടി കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച് പൂർണ്ണമായ വിവരം അവർ തന്നില്ല എങ്കിൽ സെക്കൻഡ് അപ്പീൽ കൊടുക്കണം. അത് 90 ദിവസത്തിനുള്ളിൽ അപേക്ഷ കൊടുക്കണം. സ്റ്റേറ്റ് കമ്മീഷനിലാണ് അത് കൊടുക്കേണ്ടത്. സ്റ്റേറ്റ് കമ്മീഷൻ കഴിഞ്ഞിട്ട് നാഷണൽ ലെവലിലേക്ക് കമ്മീഷനിൽ അപേക്ഷ കൊടുക്കുന്നതിന് സമയപരിധി ഇതുവരെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അതാണ് അപ്പീലിൻ്റെ ഒരു കാര്യങ്ങൾ. ഈ സെക്കൻഡ് അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നും ആ നിയമത്തിൽ അനുശാസിക്കും. രണ്ടാമത് കൊടുക്കുന്ന അപ്പീൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ തീർക്കണമെന്നും. അപ്പോൾ അപ്പീലിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അപ്പീൽ കൊടുക്കുക, അത് ഇത്ര ദിവസം അതിനുള്ളിൽ തന്നെ നമുക്ക് മറുപടി കിട്ടുക. അതില്ലാന്നുണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, അല്ലെങ്കിൽ വിവരം തന്നത് അപൂർണമാണെങ്കിൽ അതിലും നമുക്ക് അപ്പീൽ കൊടുക്കാമെന്നുള്ളതാണ്. അപ്പീൽ നേരത്തെ എന്നോട് അപേക്ഷ കൊടുക്കുന്നതിൻ്റെ കാര്യം ചോദിച്ചു. അപ്പോൾ ഫീസ് എത്രയാന്ന് ചോദിച്ചു. അതിലൊരു കാര്യം പറയാനുള്ളത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരിൽ നിന്ന് ഫീസ് ഈടാക്കാവുന്നതല്ല. അത് ബിലോ പോവർട്ടി ലൈനിലുള്ളവരെ അപേക്ഷയ്ക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരി. അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അല്ലാതെ തന്നെ ഒരു വില ഡയറക്റ്റ് ആയിട്ട് അവർക്ക് അപേക്ഷ കൊടുത്താൽ മതി. കോർട്ട് ഫീസോ അതൊന്നും എടുക്കേണ്ട. ബാക്കി എല്ലാ കാര്യങ്ങളും ബാധിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇത്ര ദിവസത്തിനുള്ളായിരിക്കും അത് വരുന്നത്, അല്ലെങ്കിൽ അപ്പീലിന് പോവാം എന്നുള്ളതൊക്കെ. അതൊന്നും ഫീസ് ആപ്ലിക്കബിൾ അല്ല. വിവരാവകാശ കമ്മീഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനൊരു കമ്മീഷൻ ഉണ്ടല്ലോ, അതെ. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വിവരാവകാശ കമ്മീഷന് അധികാരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഏതൊരാളിൽ നിന്നും പരാതി സ്വീകരിക്കാം, പരാതിയെക്കുറിച്ച് അന്വേഷിക്കാം, സ്വീകരിച്ച പരാതിയെക്കുറിച്ച് അന്വേഷിക്കാം, തെളിവെടുക്കാം, രേഖകൾ സെർച്ച് ചെയ്യാം, രേഖകൾ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ, അതായത് വിവരാധികാരി എന്ന് പറയും, അദ്ദേഹം ഇൻഫർമേഷൻസ് പാസ് ചെയ്തില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താ, എന്തുകൊണ്ട് അദ്ദേഹം വിവരം കൊടുക്കാതിരുന്നു, ഇങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചുള്ള എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അന്വേഷിക്കാനും അതിനെക്കുറിച്ച് തെളിവെടുപ്പെടുക്കാനും അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദിക്കാനും ഈ രേഖകൾ പരിശോധിക്കാനും ഒക്കെയുള്ള അധികാരം ഈ വിവരാവകാശ കമ്മീഷനുണ്ട്. അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനാണ് സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ സെക്കൻഡ് അപ്പീൽ സ്വീകരിക്കുന്നതും കേൾക്കുന്നതുമായ ആൾ. ആ സെക്കൻഡ് അപ്പീലിൻ്റെ സമയത്തും ഈ വക കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് വിവരാവകാശ കമ്മീഷൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. പിന്നെ ഒരു വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നല്ലോ,
നമ്മൾ ഇത് കൊടുത്തു, അതിന് ഒരു അപേക്ഷ, ഒരു സാധാരണക്കാരൻ ഒരു ജനം ഒരു അപേക്ഷ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപ്പീൽ പോകുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു ഏതെങ്കിലും ശിക്ഷാ നടപടികൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ വിവരാവകാശ ഇൻഫർമേഷൻ ഓഫീസർ രേഖ നൽകാതിരിക്കുകയോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ നൽകാതിരിക്കുകയോ മനഃപൂർവ്വമായി താമസിക്കുകയോ നൽകുന്ന വിവരങ്ങൾ അപൂർണമായിരിക്കുകയോ നൽകുന്ന വിവരണങ്ങളിൽ നമുക്കിപ്പോൾ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ അത് വിശ്വാസത്തോടു കൂടിയല്ല ചെയ്തത്, പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടാണ് വിവരങ്ങൾ നൽകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അദ്ദേഹത്തിന് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് എടുക്കും. അതുപോലെ തന്നെ വിവരം വൈകുന്ന ഓരോ ദിവസത്തിനും പിഴ ഈടാക്കാം. അത് ഒരു ദിവസം 250 രൂപ വെച്ച് അദ്ദേഹത്തിൽ നിന്ന് ഈടാക്കാം. കാരണം 30 ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ്. ആ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ 31-ാം ദിവസം മുതൽ ഒരു ദിവസം 250 രൂപ വെച്ച് പിഴ ഈടാക്കാം. ഈ പിഴ മാക്സിമം 25,000 25,000 വരെ മാത്രമേ വരുള്ളൂ. 250 മുതൽ 25,000 രൂപ വരെ ഇവർക്ക് ഇൻഫർമേഷൻ ഓഫീസറിന് മനസ്സിലാവുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ അതിനകത്ത് നമുക്ക് വിവരാവകാശ പ്രകാരം ഒരു രേഖ തരുന്നതിലോ അറിവ് തരുന്നതിലോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ തരുന്നതിലോ വീഴ്ച വരുത്തിയാൽ, അത് വീഴ്ച മുഴുവനായിട്ടും നല്ല ഭാഗ്യമായിട്ട് തന്നെ ഒരു വീഴ്ച വരുത്തി അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്ങിന് വിധേയനാവുകയും അതോടൊപ്പം തന്നെ ഈ അനുവദിക്കപ്പെട്ട സമയത്തിൽ നിന്നും വീണ്ടും വൈകുന്ന ഓരോ ദിവസം വെച്ച് 250 രൂപയും മാക്സിമം 25,000 രൂപ വരെ ആ ഒരു പിഴ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രൂഫ് ചെയ്ത് എടുക്കണം കേട്ടോ. അല്ല ചുമ്മാ നമ്മൾ ഒരാൾ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഭാഗം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. മനഃപൂർവ്വമായി വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അപൂർണമാവുകയോ അല്ലെങ്കിൽ അതൊരു വിശ്വാസത്തോടെ അല്ലാതെ ചെയ്തിരിക്കുകയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇത് പണിഷബിൾ ആണ്. ഇങ്ങനെ ഒരു നിയമപ്രകാരം ഇത് ഈ ഒരു വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ സാധിക്കും എന്നാണ്. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വിവരാവകാശ നിയമപ്രകാരമുള്ള കേസുകൾ കോടതികൾക്ക് പരിഗണിക്കാൻ അധികാരപരിധിയില്ല. നമ്മൾക്ക് സിവിൽ കോടതികളിൽ പോകുവാനോ അല്ലെങ്കിൽ ക്രിമിനൽ കോടതിയിൽ പോകുവാനോ ഉള്ള ഒരു അധികാരം ഈ ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ കമ്മീഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മീഷനോ നാഷണൽ കമ്മീഷനോ ഹോർ ഇറ്റ് മേ ബി ഒരു വിവരം നമുക്ക് നൽകിയില്ല എങ്കിൽ ആ അപേക്ഷ സംബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങൾക്കും സിവിൽ കോടതികൾക്കോ ക്രിമിനൽ കോടതികൾക്കോ ഈ കേസ് എൻ്റർടൈൻ ചെയ്യാനുള്ള അധികാരമില്ല എന്ന് നിയമത്തിൽ വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇതിനകത്ത് ഇടപെടാനുള്ള അധികാരമുണ്ട്. ഹൈക്കോടതികൾ ഇടപെട്ട് വരുന്നുമുണ്ട്. വിവരാവകാശ കമ്മീഷൻ ആപ്ലിക്കേഷൻ തന്നില്ല, ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് പാസ് ചെയ്തില്ല, ഇൻ ടൈമിൽ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ട് അതിന് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാം, അല്ലെ രേഖകളോ ഇൻഫർമേഷൻസോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഹൈക്കോടതി ഇതിനകത്ത് ഇടപെട്ട് കാണുന്നു. അപ്പോൾ നമ്മൾ ഇപ്പം റൈറ്റ് ഇൻഫർമേഷൻ ആക്ടിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. എങ്ങനെ ഇതിനൊരു സ്ട്രക്ചർ എന്താണെന്നുള്ളത്, പിന്നെ എങ്ങനെ ഒരു വിവരാവകാശം നമുക്ക് സമർപ്പിക്കാം, അതിലെന്തൊക്കെയാണ് നമുക്ക് ഡേറ്റാസ് കിട്ടാൻ സാധ്യതയുള്ളത്, എവിടെ നിന്നൊക്കെയാണ് ഒരു എക്സെപ്ഷൻ വരുന്നത്, അതായത് നമുക്ക് കിട്ടാൻ കഴിയാത്ത സ്ഥലങ്ങൾ, ഇപ്പോൾ ഇന്റലിജൻസ്, പോലീസ്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ വ്യക്തികളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. ഇനി അതിന് പ്രകാരം തന്നെ അതിനകത്ത് ഈ വിലക്കപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ വിഭാഗം എന്ന് പറഞ്ഞൊരു 10-20 കാറ്റഗറി തന്നെ പറയുന്നുണ്ട്. ഒരു ഇത് പിന്നെ ഇത് പോലീസ്, CBI, റോ, ഇൻ്റലിജൻസ് ബ്യൂറോ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, ആസാം റൈഫിൾസ്, അങ്ങനെ കുറേ കാറ്റഗറി തന്നെ പറയുന്നുണ്ട്. അവരുടെ നമുക്ക് ലഭ്യമല്ല. അതോടൊപ്പം തന്നെ പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത്ര ദിവസത്തിനുള്ളിലാണ് ഒരു ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് വിവരങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടത്. അത് തരാൻ കഴിയില്ല, നമ്മൾ 5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ അറിയിക്കുക എന്നുള്ളതും, പിന്നെ അതിൽ തന്നെ നമുക്കൊരു പരാതി വരികയാണ്, നമുക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അപ്പീലിലേക്ക് പോവാം. അത് ഫസ്റ്റ് അപ്പീലുണ്ട്, അത് കഴിഞ്ഞ് അതിനോടൊപ്പം സെക്കൻഡ് അപ്പീലുണ്ട്, അതിലേക്ക് പോവാം. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ എങ്ങനെയാണ് ഒരു ശിക്ഷാ നടപടികൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു അപൂർണമായ വിവരം നൽകുകയും അല്ലെങ്കിൽ അസത്യമായ കാര്യങ്ങളായിരിക്കും നൽകാൻ, അല്ലെങ്കിൽ നൽകാൻ മനഃപൂർവ്വം വിസമ്മതിക്കുകയും
ചില ആൾക്കാർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വിവരം നൽകുകയൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസറെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പരാതി കൊടുക്കുകയും അദ്ദേഹത്തിന് ഡിസിപ്ലിനറി ആക്ഷന് ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് പോവാം എന്നുള്ളതും, പിന്നെ ഓരോ ദിവസം വൈകുന്നതനുസരിച്ച് 250 രൂപ വെച്ചിട്ട് ഫൈൻ വരും. ഇത് അല്ലെങ്കിൽ അത് മാക്സിമം 25,000 രൂപ വരെയാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ആക്ടിൽ ഒരു ആകത്തുക ടോട്ടാലിറ്റിയിൽ വരുമ്പോൾ. ഈ 2005 ഈ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ തമിഴ്നാടാണ് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ മറ്റ് ഗോവ, ഗുജറാത്ത്, അങ്ങനെ പല സ്റ്റേറ്റ്സും സെൻട്രൽ ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് പാസ്സാക്കിയിട്ടുണ്ട്. പൊതുജനത്തെ സംബന്ധിച്ച് എന്ത് നയപരമായ കാര്യങ്ങളും ഒരു സർക്കാർ ഓഫീസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിയുന്നതും പ്രസിദ്ധീകരിക്കണം. സർക്കാർ ഓഫീസുകൾ ആ നയപരമായ കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ച് അത് പൊതുജനത്തെ അറിയിക്കണം. അതുപോലെ ഈ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ ഇവർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ തീരുമാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ സർക്കുലറുകളും ഒക്കെ എന്താണെന്ന് ജനങ്ങളെ വ്യക്തമായി അറിയിക്കണം. കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം. ഓരോ വർഷവും വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കമ്മീഷനിൽ നിന്ന് മറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സുമായിരുന്നു ഡാറ്റാസ് കളക്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ പബ്ലിക് ഇൻഫർമേഷൻസ് ഓഫീസർ ഒരു ഡാറ്റ ഓരോ വർഷവും ഉണ്ടാക്കിയെടുക്കണം. അതിൽ പ്രധാനമായും ഒരു വർഷം അവർ എത്ര കേസ് കൈകാര്യം ചെയ്തു, എത്ര ഇൻഫർമേഷൻ കൊടുത്തു, ഏതൊക്കെ റിജക്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം. ഇതിനു വേണ്ടി മറ്റ് ഓഫീസേഴ്സിൻ്റെ, അതായത് ഈ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു ഓഫീസിലുണ്ടാകും. ആ ഓഫീസർ തന്നെ തൻ്റെ ഓഫീസിലെ മറ്റാളുകളുടെ സഹായം തേടാവുന്നതും കാര്യങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കമ്മീഷൻ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വാർഷിക ആനുവൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് എന്ത് കാര്യങ്ങൾ ഏത് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഇൻസ്പെക്ഷൻ നടത്താനുമുള്ള അധികാരം കമ്മീഷന് ഉണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞു, ഇന്ദ്രിയ വൈകല്യമുള്ള ആളുകളെ ഈ ഓഫീസിലുള്ളവർ, അതായത് അപേക്ഷ കൊടുക്കാൻ നേരത്ത് ഹെൽപ്പ് ചെയ്യണം. അവർക്ക് റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന വ്യക്തിയോ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കാനുള്ള ഹെൽപ്പ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ഈ ഇൻഫർമേഷൻ ഓഫീസർ നടത്തേണ്ട കാര്യങ്ങൾ. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ ഒരു പൂർണ്ണ രൂപം നമ്മളിവിടെ നമുക്ക് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണ രൂപം, അതായത് അത് തുടക്കം മുതൽ ഇപ്പോൾ 2005 ഒരു ആക്ട് വരുന്നതും അതിൻ്റെ മെറിറ്റും അത് ജനങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാം, അത് ഏത് രീതിയിൽ അവതരിപ്പിക്കാം, അതിൻ്റെ സ്ട്രക്ചർ, പിന്നെ അപ്പീൽ പോകുന്നത് എങ്ങനെയാണെന്നുള്ളതും, ഇപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ പണം വേണ്ട എന്നുള്ളത്. അപ്പം ഏകദേശം ഒരു പൂർണ്ണ വിവരം തന്നെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക്. കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. മുമ്പ് 5 വർഷമായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് 3 വർഷമാക്കി. കാലാവധി 5 വർഷത്തിൽ നിന്ന് 3 വർഷമാക്കി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു നിയമവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.